ഇത് കല്യാണത്തിന്റെ നമ്പർ കിട്ടിയിട്ട് വിളിക്കുന്നതാണ്. പേരെന്തായിരുന്നു? ഇത് ജമാൽ. അല്ല, നിങ്ങള് ഹംസന്റെ സ്റ്റാഫാണോ? ബാക്കി ഞാൻ വെക്കുന്നില്ല. അതെ, ഇതാരായിരുന്നു? എൻ്റെ അമ്മായിൻ്റെ അടുത്ത അവൻ്റെ ഒരു ഉളുപ്പും മാനവും നാണവും ഇല്ലാണ്ട് ഓൻ പിന്നെയും തുടങ്ങിക്കിട്ടാ പരിപാടി. അതായത് നമ്മളൊരു മീറ്റപ്പോ എന്തോ പരിപാടി വെക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകളിൽ നിന്ന് പൈസ പറ്റിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആലോചിക്കണം. നിങ്ങളോട് ഞാൻ എത്ര ആയി പറഞ്ഞത് കമൻറ്റിൽ നമ്പർ ഇടരുത് എന്ന്. എന്നാലും നിങ്ങൾക്ക് പഠിക്കുമല്ലോ. വല്ലാത്ത സങ്കടമാണ് കേട്ടോ ഇത്. ഇവനെ പോലെയുള്ള ഫ്രോഡുകൾക്ക് ഇപ്പോൾ ഓന് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ ഇട്ടാൽ നമ്മളതിൽ കൊടുക്കുന്ന ഓഫീസ് നമ്പറിൽ ഇവൻ വിളിക്കും. വേറെ നമ്പറിൽ ഇവൻ വിളിച്ചിട്ട് കറക്റ്റ് പരിപാടിൻ്റെ ഡീറ്റെയിൽസിങ് അറിയും, രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ അറിയും. എന്നിട്ട് ഇവൻ്റെ ഒരു QR കോഡ് അങ്ങ് സെറ്റ് ചെയ്യും. എൻ്റെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു കോളാവിന്ന അസ്ലം എന്ന് അതിൽ കാണുന്നത്. പേര് അസ്ലം എന്നൊന്നും ആയിരിക്കുമല്ല. മുമ്പ് നമ്മളെന്തോ ജംഷീർ എന്നോ അങ്ങനെ എന്തോ ആണ്, ആദവനാട് ഭാഗത്താണെന്നാണ് മുമ്പ് പോലീസുകാർ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ. പക്ഷേ പിന്നെ ഓലത് ഫോളോ അപ്പ് ചെയ്തല്ലോ. ഓലിക്ക് ഇതൊക്കെ ചെറിയ കേസായിരിക്കുമല്ലോ, 2000 രൂപയെല്ലാം കൊടുക്കുന്നത്. ഓലിക്കെല്ലാം ലക്ഷങ്ങൾ പറ്റിക്കുന്ന കേസിനല്ലേ ഓല് ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്തായാലും ഇവനെ വിടുവാൻ ഉദ്ദേശിക്കില്ല. ഇങ്ങനെ ഫ്രോഡ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞ് ആര് വിളിച്ചാലും ഞാൻ ഇതിൽ കൊടുക്കുന്ന എൻ്റെ നമ്പർ എന്നല്ലാണ്ട് വേറെ ഏത് നമ്പറിൽ നിന്ന് കോൾ വന്നാലും അത് ഞാനല്ല, പൈസ പോയാൽ നമുക്ക് ഉത്തരവാദിത്തം ഇല്ല. നിങ്ങൾ അപ്പാട് കമൻറ്റിൽ ദയവേത് നമ്പർ ഇങ്ങനെ ഇടരുത്. ഇപ്പോൾ എന്താന്ന് ചെയ്യുക അല്ലേ? ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചേനു. ഒരാൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് അവൻ്റെ നമ്പർ കിട്ടി ഞാൻ വിളിച്ച്. നല്ലൊരു തെറിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം വീട്ടുകാരൊക്കെ കേൾക്കുന്നതാണ്. എങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ അതൊന്ന് കേട്ടെന്ന് വിചാരിക്കരുത്. അതല്ല, ഒരു ഏട്ടൻ അയച്ചു തന്നെയാണ്. വിളിച്ചിട്ട് 2000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് അയച്ചതാ. ഇതാ അവൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. ഇത് കല്യാണത്തിന്റെ നമ്പർ കിട്ടിയിട്ട് വിളിക്കുന്നതാണ്. പേരെന്തായിരുന്നു? ഇത് ജമാൽ. അല്ല, നിങ്ങള് ഹംസന്റെ സ്റ്റാഫാണോ? ബാക്കി ഞാൻ വെക്കുന്നില്ല. അതെ, ഇതാരായിരുന്നു? എൻ്റെ അമ്മായിൻ്റെ അടുത്ത അവൻ്റെ സൗണ്ട് കേട്ടാലുണ്ടല്ലോ നമുക്കങ്ങനെ ഇതാവും. ഇവൻ്റെ സംസാരം, ഇവൻ്റെ പ്രൊനൗൺസിയേഷൻ എല്ലാം കേട്ടാൽ വിചാരിക്കും ഇവൻ അവിടെ ജോലിക്ക് പോയിട്ട് ജീവിക്കട നായ. ഉളുപ്പില്ലട എനിക്ക്. ഉളുപ്പ് കുറച്ച് വേണം ഇങ്ങനെ പറ്റി ജീവിക്കാൻ. അവൻ കൊടുത്ത QR കോഡ് ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. എത്ര കാലം ഇവനെല്ലാം പേടിച്ച് നമുക്കൊരു കാര്യം ചെയ്യാനാവില്ല. ഇതെന്താ ഇത്? ഇവിടെ എന്താ വെള്ളരിക്കപ്പെട്ടുണ്ട്? ഇങ്ങനെ പോലീസുകാർ ഭയങ്കര ഇതാണ് കേട്ടോ. സൈബർ സെല്ലിൽ കൊടുത്തിട്ടും ആളുകൾ പറ്റിച്ച വിവരം കൊടുത്തിട്ട് പോലെ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മളിനി ഹയർ അതോറിറ്റിക്ക് എങ്ങനെയാണ് ഇത് കംപ്ലയിൻറ്റ്? നിങ്ങളെ അറിവിൽ പോലീസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഗലി നല്ല കട്ടക്ക് നിൽക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട്, ഒന്ന് വാ. ഓനെ പൂട്ടാണ്ട് ഇനി ഒരു രക്ഷയില്ല. അവൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുക. അപ്പോൾ QR കോഡും ഇതിൽ കൊടുക്കുക. നമ്പർ ഏതാണെന്നോ പറഞ്ഞു തരുകയും ചെയ്യുക. 96 33 60 95 75. ഈ നമ്പറോ മാറ്റും. ഇനിയിപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. അവൻ വേറെ നിന്ന് ഫ്രോഡ് പണി തുടങ്ങും. നമ്മളിതേപോലെ മീറ്റപ്പ് വെക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് ഇവൻ ഫ്രോഡ് പരിപാടി ചെയ്യാൻ. വല്ലാത്ത അവസ്ഥ തന്നെയാണ് അല്ലേ? നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇവനിക്ക് ഈ നമ്പർ കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ നമ്പർ ഇടുമ്പോഴാണ് ഈ ഫ്രോഡിന് ഈ നമ്പർ കിട്ടുക. അല്ലാതെ അവന് കിട്ടാനുള്ള വഴി ഇല്ലല്ലോ. നിങ്ങൾ വിളിക്കുക, ഞാൻ കൊടുക്കുന്ന എൻ്റെ നമ്പറിലേക്കല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും നിങ്ങളെ നമ്പർ കമൻറ്റിൽ എഴുതരുത്. നമ്പർ പേഴ്സണലി വേണ്ടി ഇതിനല്ലേ ഈ മെസ്സേജ് അയക്കാനുള്ള പേഴ്സണലി ഓപ്ഷനൊക്കെ നിങ്ങളൊന്ന് അതിൽ അയച്ചു. നിങ്ങൾ ആവേശ് കുമാറായിട്ട് ഇതിനകത്ത് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളെ പൈസ നഷ്ടമാവുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്ത? ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. കുറച്ച് പക്വതയോട് കൂടി എല്ലാവരും യൂസ് ചെയ്യണം. ഇപ്പോൾ ഈ ഏട്ടൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ഓനെ മനസ്സിലായത്. ഇല്ലേ ഇപ്പോൾ എന്തായിരിക്കും അതിന് സ്ഥിതി? വല്ലാത്തൊരു നായയാണ് കേട്ടോ ചങ്ങായി.